മുനമ്പം ഭൂസമരം 414 ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് അവസാനിക്കുകയാണ്. അവസാനത്തെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയം എന്താണ് പറയാനുള്ളത്? ഈ സമയത്ത് പറയാനുള്ളത് ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയക്കാർ ലോലിപോപ്പുമായിട്ട് വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ലോലിപോപ്പിൽ നമ്മൾ മയങ്ങിയോന്നൊരു സംശയം. അപ്പോൾ ഒത്തിരി വേദനയോടെ തന്നെയാണ് ഈ സമരപ്പന്തലിരിക്കുന്നത്. ഇന്നിവിടെ ഈ സമരം താൽക്കാലികമായിട്ട് നിർത്തുകയാണെന്ന് അറിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം നമ്മുടെ കൂടെ നിന്ന ഒരു സമരമായിരുന്നു ഇത്. അപ്പോൾ ഒത്തിരി നാൾ ഇവിടെ നിന്ന ഒരു അംഗം എന്ന നിലയിൽ ഒത്തിരി വേദനയോടെയാണ് ഇന്ന് നിൽക്കുന്നത്. കാരണം നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു. മുനമ്പം തോറ്റാൽ ഭാരതം തോൽക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്ര നാൾ ഇവിടെ വരാത്ത, ഈ സമരപ്പന്തലിലോട്ട് കടന്നു വരാത്ത, പള്ളിമുറ്റത്ത് സമരപ്പന്തലുള്ളത് കൊണ്ടാണ് ഞങ്ങളിവിടെ വരാത്തതെന്ന് പറഞ്ഞവർ തന്നെ വന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ താൽക്കാലികമായിട്ടാണെങ്കിലും അവർ കടന്നു വരുമ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഇതുവരെ കടന്നു വന്നിട്ടില്ല. അപ്പോൾ ഈ ഇലക്ഷൻ നാടകത്തിൽ നമ്മൾ വീണു എന്നൊരു സംശയം, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയൊരു സംശയം, ഇത്ര നാളും ഈ സമരത്തിന് നിന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ തോന്നിയൊരു സംശയം. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇതൊരു വേദനയാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഒത്തിരി വിഷമത്തോടെ തന്നെയാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത്. ഒരു ഇടക്കാല ഉത്തരവ് വന്നു, കരമടയ്ക്കാം. പക്ഷേ ഇത് വഖഫിൻ്റെ ആസ്തി പട്ടികയിലുള്ള ഒരു ഭൂമിയാണ്. അപ്പോൾ വഖഫിൻ്റെ ഭൂമിയിലല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോഴും ജനങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ട്. നമ്മുടെ റവന്യവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് പോലെ വഖഫ് രജിസ്റ്ററിൽ നമ്മുടെ പേരെടുത്ത് മാറ്റുന്നത് വരെ സമരം തുടരുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ പറയുന്നു സർക്കാർ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന്. വാക്കാലെ കൊടുത്ത ഉറപ്പ്, രേഖാമൂലം കൊടുത്ത എത്ര ഉറപ്പുകൾ ഈ കേരളത്തിൽ പാലിക്കപ്പെടാതെ കിടക്കുന്നു? മൂലംപള്ളി നമുക്ക് ഉദാഹരണമാണ്. ഞങ്ങളിവിടെ അടുത്തുള്ള കോൺവെന്റ് ബീച്ച് പാലം ഉദാഹരണമാണ്. അപ്പോൾ വെറും ഒരു വാക്കിൻ്റെ പുറത്ത് വിശ്വസിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊത്തിരി വേദനയുണ്ട്. ഒരു വശത്ത് ഇവിടെ സമരം അവസാനിക്കുമ്പോൾ മറ്റൊരു വശത്ത് സമരം പുനരാരംഭിക്കുകയാണ്. അവർ രണ്ടാം ഘട്ടം എന്നാണ് പറഞ്ഞത്. അതിൽ പങ്കാളികളാവുന്നു. അതിനോടുള്ള അഭിപ്രായം എന്താണ്? അവർ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പം നമുക്കറിയാം, ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ സമരം നിർത്തുകയാണെന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അത് നിർത്താനായിട്ട് അവർക്ക് മനസ്സില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ സമരം എന്ന് ഭൂസംരക്ഷണ സമിതി ഇവിടെ പുനരാരംഭിക്കുന്നു അന്ന് അവർ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമരം നിർത്തില്ല. കാരണം സമരം നിർത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ഷൻ കഴിയുമ്പോൾ വലിയൊരു സ്റ്റേ വരാനുള്ള ചാൻസ് ഉണ്ട്.